അച്ഛനെ അപ്പൂപ്പൻ കുത്തിനു പിടിച്ചതും ഭീഷണിപ്പെടുത്തിയതും നിങ്ങൾ കണ്ടില്ലേ? അച്ഛൻ നിങ്ങളുടെ രണ്ടുപേരുടെ മോനല്ലേ? എന്നിട്ട് നിങ്ങൾ എന്താ പ്രതികരിക്കാതിരുന്നത്? അച്ഛൻ ചെയ്തത് തെറ്റായതുകൊണ്ട് കണ്ടു നിൽക്കാനേ ഞങ്ങൾക്ക് പറ്റുമായിരുന്നുള്ളൂ. അച്ഛൻ ചെയ്ത തെറ്റുകൾ മാത്രമേ കാണുന്നുള്ളൂ. അമ്മയുടെ തെറ്റുകൾ എന്താ കാണാത്ത? നീ മിണ്ടായിരിക്കും. ഞാൻ മിണ്ടാതിരിക്കില്ല. അയാള് ബഹളം വെച്ചാ ഞാൻ പേടിക്കുന്ന കരുതിയോ? അയാളോ? അയാളല്ല, അപ്പൂപ്പൻ. ഞാൻ അയാളെന്ന് തന്നെ പറയും. ഒരൊറ്റ അടി വെച്ചെന്നുണ്ടല്ലോ, നീ ആരെന്നാ കരുതിയിരിക്കണേ? ഓരോ പ്രായത്തിലും അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. അച്ഛൻ അല്പം സ്വാതന്ത്ര്യം തന്നു കരുതി നീ ഇവിടെ ഉള്ളതിൽ ഏറ്റവും മൂത്തത് കളിക്കണ്ട. ആരുടെ മുമ്പിൽ എന്തും പറഞ്ഞോളാൻ പറഞ്ഞ് അച്ഛൻ അഴിച്ചു വിട്ടിരിക്കല്ലേ? ശരിയാ, ഞാൻ എന്റെ മോളെ അഴിച്ചു വിട്ടിരിക്കുക. എന്റെ കൂടെയും ആരെങ്കിലും വേണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അവള് ചോദിച്ചാൽ എന്താ തെറ്റ്? നിങ്ങൾ രണ്ടുപേരുടെയും പെരുമാറ്റം കണ്ട മൈഥിലി നിങ്ങൾക്ക് പറഞ്ഞതും ഞാൻ ഏതോ തെരുവിന്ന് വന്നതാണെന്നും തോന്നും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കിയാൽ എന്താ? നിങ്ങൾ ഹരിചന്ദ്രനും ഭാര്യയൊന്നും അല്ലല്ലോ. മൈഥിലി നിന്റെ കൂടെ വന്ന നിമിഷം മുതല് അവളെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നീയാ. അങ്ങനെയാ ഞങ്ങൾ അവളോട് കൂടുതൽ അടുത്തത് എന്ന് കരുതി ഞങ്ങൾക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റില്ല എന്നുണ്ടോ? എന്ത് ശരിയും തെറ്റും ഇപ്പൊ വേണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഒന്ന് വിളിച്ചു നോക്കിക്കോ അമ്മ. അവനും അവളും അവിടെ തന്നെ ഉണ്ടോന്ന്. സാരംഗേ, ഈ പറഞ്ഞതിന്റെ വേറൊരു രൂപ ഗംഗാധരന്റെ മുമ്പിൽ പറഞ്ഞത്. അങ്ങേര് നിന്റെ കുത്തിനെ പിടിച്ചേ ഉള്ളൂ. പക്ഷെ ഞാൻ അടിക്കും. നിനക്ക് ഈ നീളം മണ്ണൊക്കെ ഉള്ളത് മറന്ന് ചേക്കറ്റത്തടിക്കും. വളർന്നു വരുന്നൊരു പെൺകുട്ടി അടുത്തിരുത്തി അവളുടെ അമ്മയെ കുറിച്ചാണ് നീ പറയുന്നത്. നീ എന്തിനാടാ മനുഷ്യന്നും പറഞ്ഞ് നടക്കണേ? ഒരു കാര്യം ചെയ്യ്, ഇങ്ങനെ ഒരു വൃത്തികെട്ട ജന്മത്തിനെ കാണാൻ ഇങ്ങോട്ടാരും എഴുന്നള്ളണമെന്നില്ല. എനിക്ക് നിങ്ങളെ ഒന്നും ബോധിപ്പിക്കാനുമില്ല. നിന്നെ കാണാൻ വരണ്ടെന്ന് നിനക്ക് വിലക്കാം. പക്ഷേ മൈഥിലിയെ കാണാനും കുട്ടികളെ കാണാനും ഞങ്ങൾ വരും. അതിപ്പോ നീ വിലക്കിയാലും അങ്ങനെ തന്നെയാ. അംബികെ, താൻ എഴുന്നേറ്റ് വാ. അവൻ ബോധമില്ലാതിരിക്കുക. ചിലപ്പോ ആവശ്യമില്ലാത്ത എന്തെങ്കിലും വിളിച്ചു പറയും. അപ്പൊ എനിക്ക് എന്നിലെ വാശിക്കാരൻ പുറത്തു വരും. ഒരടിക്ക് ഞാൻ നിർത്തില്ല, തല്ലി ചതച്ചു കളയും. നീറ്റ് വാ. ഇതെന്താ അച്ഛാ ഇവരിങ്ങനെ? ഇവര് ശരിക്കും അച്ഛന്റെ പാരന്റ്സ് തന്നെയാണോ? അച്ഛനാകെ നാണം കേട്ടല്ലേ? അച്ഛൻ പേടിക്കണ്ട, ഇതിനുള്ളത് ഞാൻ തിരിച്ചു കൊടുത്തോളാം. മോളൊന്നും ചെയ്യണ്ട. ഒരർത്ഥത്തിൽ ഇതൊക്കെ നല്ലതാ. ചില തീരുമാനങ്ങളിൽ നമുക്ക് സ്ട്രോങ് ആവാൻ പറ്റും. നടക്കട്ടെ. മാം, ആ സദാനന്ദൻ എന്ന പേഷ്യന്റിന്റെ ഒരു റിലേറ്റീവ് വന്നിട്ടുണ്ട്. അവർക്ക് മാമിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബന്ധുക്കളോട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞതാണല്ലോ, പിന്നെന്താ? അരുൺ വരാൻ പറഞ്ഞു. ഓക്കെ മാം. എല്ലാ ബന്ധുക്കളോടും നമുക്ക് വിശദീകരണം നടത്താൻ പറ്റുമോ മാം? നമ്മളിപ്പോ ഇവിടെ ചുമ്മാ ഇരിക്കുകയല്ലേ. ഒരാളുടെ സംശയം തീർത്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതല്ലേ? മാം അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. ആ ഓക്കെ. നമസ്കാരം ഡോക്ടർ. ആ ഇരിക്കൂ. താങ്ക് യു. ഞാൻ വിദേശത്തായിരുന്നു. ഈവനിങ് ഫ്ലൈറ്റിന് വന്നേ ഉള്ളൂ. അപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. ഇവിടെ വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് അവരൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കതൊന്ന് നേരിട്ട് ചോദിക്കാൻ. പേഷ്യന്റെ കണ്ടീഷനെ കുറിച്ചാണെങ്കിൽ തൽക്കാലം പേടിക്കാനൊന്നുമില്ല. എന്തെങ്കിലും സ്പെഷ്യൽ ട്രീറ്റ്മെന്റോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ അതിന് മടിക്കണ്ട. തൽക്കാലം അങ്ങനെ ഒരു കണ്ടീഷനൊന്നുമില്ല. അരുൺ, ആ ബെഡ് നമ്പർ 2-ലെ പേഷ്യന്റ് രശ്മി, അതൊന്ന് നോക്കിക്കോ. ഓക്കെ മാം. ഡോക്ടർ മൈഥിലിയുടെ കൈപുണ്യത്തെക്കുറിച്ച് എല്ലാവർക്കും 100 നാവാണ്. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. നിങ്ങൾ പേഷ്യന്റിന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് എന്ന് പറഞ്ഞാൽ ആ കിടക്കുന്ന മനുഷ്യനാണ് എനിക്കെല്ലാം. നിങ്ങളുടെ പേര്?
മായ മഹേശ്വരി. മഹേശ്വരി എൻ്റെ അമ്മയുടെ പേരാണ്. സാധാരണ എല്ലാവരും അച്ഛൻ്റെയോ ഭർത്താവിൻ്റെയോ ഒക്കെ പേരാണല്ലോ ഒരു മേനിക്ക് കൂടെ കൂട്ടാറുള്ളത്. ഞാനൊന്ന് മറിച്ചു ചിന്തിച്ചു, അമ്മയുടെ പേര് കൂടെ വെച്ചു. മായ മഹേശ്വരി എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഇവിടെ ഇപ്പോ പുതുതായി ചിലത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഡോക്ടർ മൈഥിലിയുടെ സഹായം എനിക്ക് ആവശ്യമായി വരും. അതിന് ഞാനും ബിസിനസ്സുമായിട്ട് എന്ത് ബന്ധം? സഹായം ബിസിനസിന്റെ കാര്യത്തിൽ തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞില്ലല്ലോ. അല്ലാത്ത കാര്യങ്ങളും ഉണ്ടല്ലോ. എനിവേ, നമുക്ക് വീണ്ടും കാണാം. എക്സ്ക്യൂസ് മീ. യെസ്, എന്താ? നിങ്ങളുടെ ഫോൺ. ഓ, താങ്ക്സ്. ചില കാര്യങ്ങളിൽ എനിക്ക് മറവി കൂടുതലാ. ആരെങ്കിലും ഓർമ്മിപ്പിക്കേണ്ടി വരും. ചില കാര്യങ്ങൾ മറക്കുകയില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇതുവരെ ഉറങ്ങിയില്ലേ? ചെന്ന് കിടന്നിട്ട് എന്ത് ചെയ്യാനാ, ഉറക്കം കിട്ടണ്ടേ? നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് സാരംഗിനോട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറുക എന്ന് വെച്ചാ, എന്റെ മോളെ ആ വാക്ക് വിളിക്കുന്നത് കേട്ടപ്പോ എന്റെ സർവ്വ നിയന്ത്രണവും തെറ്റി. സാരമില്ല, ഗംഗാധരേട്ടന്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. അവൻ കാണിച്ചത് തെറ്റാ. ഇതൊരു കുടുംബത്തിന്റെ അകമാണെന്ന് അവൻ ചിന്തിക്കണ്ടേ? അവൻ ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അച്ഛനും അമ്മയും കൂടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് അവന്റെ പരാതി. എന്തുകൊണ്ട് മൈഥിലിയുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യവും. അയാളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ന്യായമല്ലേ അത്? അച്ഛനമ്മമാര് കണ്ണും പൂട്ടി കൂടെ നിൽക്കേണ്ടവരല്ലേ? മൈഥിലിയെ മകളായിട്ട് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ പറ്റുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ മകൾ തന്നെയെന്ന് കരുതുമ്പോ അതെങ്ങനെ പറ്റും? അവളുടെ കൂടെയല്ലേ നിൽക്കണ്ടേ? ഞങ്ങൾ അവന്റെ അടുത്ത് തീർത്തു പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും മൈഥിലിയെ ദ്രോഹിക്കുന്ന അവന്റെ കൂടെ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ലെന്ന്. ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ എന്റെ മകള് പോയ ജന്മത്തിൽ ചെയ്ത നന്മയായിരിക്കും നിങ്ങളിലൂടെ തിരിച്ചു കിട്ടുന്നത്. തെറ്റ് ചെയ്ത കുട്ടികളെ ശാസിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്. തെറ്റ് ചെയ്യാത്തവരെ ശാസിക്കുന്നത് അതികഠിനമാണ്. അതാണ് എന്റെ മകളുടെ മുന്നിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ ഈ രാത്രി അരുണിനെ വിളിച്ചു വരുത്തിയതും അവനോടൊപ്പം പോയതുമൊക്കെ ദുഷ്ടലാക്കുള്ള ഒരാളുടെ കണ്ണിൽ വലിയ തെറ്റായിരിക്കാം. പക്ഷേ അവളെയും അവളുടെ ജോലിയെയും കൃത്യമായി അറിയുന്നവർക്ക് അതെങ്ങനെ പറയാൻ പറ്റും? ഗംഗാധര, എല്ലാ ശ്രമവും നമ്മളിവിടെ ഉപേക്ഷിക്കുകയല്ല. ഇനിയും ചിലത് ബാക്കിയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ഇനി എന്ത്? മനുഷ്യരവരുടെ പ്രവർത്തനങ്ങൾ നടത്തട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തികൾ തുടങ്ങുമല്ലോ. അങ്ങനെയൊന്ന് എവിടെയെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവും. ഗംഗാധരന് മകളെ വേണം, ഞങ്ങൾക്കും. അമ്മേ, ചായ വെച്ചതുണ്ടോ? ഉണ്ട്, എടുക്കാം മോളെ. പേഷ്യന്റെ നില ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. വെളുപ്പിനാ ഒന്ന് സ്റ്റേബിൾ ആയത്. ഇനിയിപ്പോ കുഴപ്പമില്ല, നീ ഇരിക്ക്. അച്ഛനും അമ്മയൊക്കെ കുറെ നാൾ ഇവിടെ ഉണ്ടാവോ? ഇല്ല കുട്ടി, ഞങ്ങൾക്ക് പോയേ പറ്റൂ. അച്ഛനെന്താ ഒന്നും സംസാരിക്കാത്തത്? ഒന്നുമില്ല. ഞങ്ങൾ വയസ്സന്മാർക്ക് എപ്പോഴും പ്രാരാബ്ധത്തിന്റെ കണക്കുകളാണല്ലോ. ചിലപ്പോ മിണ്ടാട്ടം മുട്ടിപ്പോവും. നിങ്ങൾക്കൊക്കെ എന്ത് പ്രാരാബ്ദം? ഭാഗ്യം ചെയ്ത ആളുകളല്ലേ നിങ്ങൾ. ജീവിക്കാൻ വകയുണ്ട്, ചുറ്റുപാടുകളുണ്ട്, ആളുകളുണ്ട്. അങ്ങനെ കണക്ക് പറയുകയാണെങ്കിൽ എൻ്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എൻ്റെ കൂടെ ഓർഫനേജിൽ കഴിയുന്ന കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ.
പക്ഷേ നിങ്ങളോടൊക്കെ എനിക്ക് വലിയൊരു കടപ്പാടുണ്ട്, ഈ നിൽക്കുന്ന പെങ്ങളെ എനിക്ക് തന്നതിന്. മൈഥിലി മാമിനോട് നിങ്ങളെല്ലാവരും ഒന്ന് പറയണം, ഒരിക്കലും ഈ കുഞ്ഞനിനെ അകറ്റി നിർത്തരുതെന്ന്. മാം, ഞാൻ ഇറങ്ങുക. ഫാദർ അവിടെ കാത്തിരിക്കുക. മാമിന്റെ അച്ഛൻ പറഞ്ഞ പോലെ ഫാദറിനുണ്ട് കുറച്ച് പ്രാരാബ്ദത്തിന്റെ കണക്ക് പറയാൻ. ഇറങ്ങട്ടെ സാർ. ചില ജീവികളെ ട്രെയിൻ ചെയ്തെടുക്കാൻ ചിലർക്ക് നല്ല മിടുക്ക. ട്രെയിനിങ് മാത്രമല്ല, കിട്ടിയ ട്രെയിനിങ് മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാനും. മനുഷ്യത്വത്തിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിലേ ചിലരെ അത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കണ്ണുണ്ടെങ്കിലും അന്ധന്മാരായിട്ട് നടക്കുന്ന ചിലരെ. ചിലപ്പോ നേരം വെളുക്കുമെന്ന് നീ പറഞ്ഞെങ്കിലും വെളുപ്പിന് തന്നെ ഞാൻ പ്രതീക്ഷിച്ചു. ഇന്നലത്തെ അവസ്ഥയിൽ തുടർച്ചയായിട്ടേ ഒരു 3 ദിവസം ഉറക്കം കഴിഞ്ഞാലും എനിക്ക് ക്ഷീണമൊന്നും തോന്നുന്നില്ല ഫാദർ. അപ്പൊ എന്തോ സന്തോഷമുള്ള വാർത്തയുണ്ടല്ലോ, എന്താടാ കേക്കട്ടെ? എന്താടാ പറയടാ. ഇന്നലെ മൈഥിലി മാം എന്നോട് മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചു. കുറെ കാലത്തിന് ശേഷം ഒരുപാട് നേരം എൻ്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുള്ള മറുപടി എനിക്ക് വ്യക്തമായി കിട്ടി ഫാദർ. മൈഥിലി മാമിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റത്തിന് ഞാനൊരു കാരണമല്ല, അത് വ്യക്തമായി പറഞ്ഞു. പക്ഷെ എൻ്റെ ചില ചോദ്യങ്ങൾ ബാക്കിയായി അവിടെ തന്നെ കിടപ്പുണ്ട്. എല്ലാം നിന്നോട് പറയണമെന്ന് വാശി പിടിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ഏതായാലും ഫാദർ പറഞ്ഞത് ഓർത്തു. ഓരോ കുടുംബത്തിനും അവരുടേതായ ചില രഹസ്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അത് ചെയ്യാൻ നമ്മളും ശ്രമിക്കരുതല്ലോ. ഏതായാലും ഇന്നലത്തെ ഒരു രാത്രി എന്നെ വല്ലാതെ ആശ്വസിപ്പിച്ചു. ഓ, ഇനിയിപ്പം നിന്നെ എനിക്ക് അല്പം സ്വസ്ഥമായിട്ട് കാണാലോ. ഇനി എന്താ വേണ്ട ഫാദർ? ഫാദർ പറ, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാൻ റെഡിയാ. എടാ, നിനക്ക് ഉറക്കം വരുന്നുണ്ടോടാ? ഉറങ്ങണം, അതും സന്തോഷത്തോടെ ഡീപ്പായിട്ട് ഉറങ്ങണം. എന്നാലേ ഇപ്പൊ ഉറങ്ങണ്ട. അടുക്കളയിലാണെങ്കിൽ ഒരു സാധനമില്ല, മാർക്കറ്റിൽ ഒന്ന് പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. എനിക്ക് തനിച്ചു പോകാനൊന്നും വയ്യ. മാർക്കറ്റിൽ പിന്നെ എപ്പോഴെങ്കിലും പോവാം ഫാദർ. ഇപ്പൊ നീയല്ലടാ പറഞ്ഞത് മനസ്സ് നിറച്ച് സന്തോഷമാണ്, ആകാശം തുടച്ച് ഊഞ്ഞാലിടാൻ റെഡിയാണെന്നൊക്കെ. അതിനിടയ്ക്ക് മാർക്കറ്റിൽ പോകുന്ന കാര്യം കൊണ്ട് വരുന്ന എനിക്കറിയോ? നീ ഇപ്പൊ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് ആഹാരം വാങ്ങിക്കണം. പിന്നെ അത് കഴിച്ചതിന് ശേഷം വയറിന് പിടിക്കുന്നില്ല, അസ്വസ്ഥത ഒന്നും എന്നോട് പറയാൻ നിൽക്കരുത്. ഓ, വന്നേക്കാം. എടാ, തനിച്ച് നടക്കണ്ടെന്ന് കരുതിയിട്ടാ. ഒരു അരമണിക്കൂറിനാ നമുക്ക് തിരിച്ചു വരാടാ. എന്നിട്ട് കഴിച്ചു കണ്ട് നീ ധൈര്യമായിട്ട് കയറി കിടന്ന് ഉറങ്ങിക്കോ. പിന്നെ ഞാൻ ശല്യപ്പെടുത്താൻ വരില്ലടാ. എന്നാ വാ, നമുക്ക് പോവാം. മുഖത്ത് ഇത്തിരി തെളിച്ചമായിട്ട് നിന്നെ കണ്ടിട്ട് കുറെ ദിവസങ്ങളായി. ഞാൻ എപ്പോഴും പറയാറില്ലേ ഫാദർ, ലോകത്ത് എന്ത് നഷ്ടപ്പെട്ടാലും എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റും. പക്ഷേ മൈഥിലി മാമിന്റെ തണൽ അതെനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഞാൻ വാടിപ്പോവും. അമ്മേ, അപ്പൂപ്പൻ അച്ഛനെ കൊല്ലുമെന്നാ ഞാൻ കരുതിയത്. അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു അപ്പൂപ്പന്. കൈയും കാലും ഒക്കെ വെറുക്കായിരുന്നു അമ്മേ. അപ്പോ അച്ഛനെന്താ ചെയ്തേ? ശരിക്കും അച്ഛൻ പേടിച്ചു. മുഖമൊക്കെ ഒന്ന് കാണണമായിരുന്നു. ഞാനെന്തൊക്കെ കഴിഞ്ഞ് അപ്പൂപ്പന്റെ അടുത്ത് ചെന്നിരുന്നു. എന്തോരം നേരം കഴിഞ്ഞിട്ടാണെന്നറിയോ അപ്പൂപ്പന്റെ മുഖം മാറിയത്? അതുവരെ ഇങ്ങനെ വീർപ്പിച്ചിരിക്കായിരുന്നു. മോൻ പേടിച്ചോ? ഇല്ല, അമ്മയെ ചീത്ത പറഞ്ഞിട്ടല്ലേ. അപ്പൂപ്പൻ ചെയ്തത് ശരിയാ. അപ്പൂപ്പൻ വയസ്സായതുകൊണ്ട് അച്ഛൻ തിരിച്ചൊന്നും ചെയ്യാത്തത്, അല്ലെങ്കിൽ കാണായിരുന്നു. പിന്നെ അപ്പൂപ്പന്റെ അത്രയൊന്നും അച്ഛൻ ആരോഗ്യമില്ല. അപ്പൂപ്പന്റെ ഒരൊറ്റ അടി കൊണ്ട് അച്ഛൻ വീരും. എന്നാ നീ അപ്പൂപ്പനോട് അച്ഛനെ ഇനിയൊന്നും തൊട്ടൊക്കെ പറയടാ. യാമി, വേണ്ട. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആരുടെ കാര്യം നീ പറയുന്നത്? അമ്മയുടെ കാര്യം തന്നെയാ. അമ്മ ഓരോ കള്ളക്കഥകള് അപ്പൂപ്പനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവല്ലോ, അതല്ലേ അപ്പൂപ്പൻ ഇങ്ങനെ പെരുമാറുന്നത്. ആ, കള്ളക്കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാ പ്രശ്നം. അത് അമ്മ അപ്പൂപ്പനോടല്ല, അച്ഛൻ മോളോടാ. വേണ്ട, എനിക്കൊരു ന്യായീകരണം കേൾക്കണ്ട. എന്റെ അച്ഛൻ വലിയ തെറ്റാനാണെങ്കിലേ ഞാൻ ആ തെറ്റ് കേട്ട് ജീവിച്ചോളാം. എന്നെ ഉപദേശിക്കണമെന്നും ആരും വരല്ലേ.
അപ്പൂപ്പൻ ചേച്ചിയുടെ അടുത്ത് നിന്ന് ദേഷ്യപ്പെട്ടാലേ അപ്പൊ ചേച്ചിയും പേടിക്കും. അങ്ങനെയൊന്നും അപ്പൂപ്പനോട് ചെന്ന് പറയില്ല കേട്ടോ. ഇനി ചേച്ചി അമ്മയെ കുറിച്ച് പറഞ്ഞാ ഞാൻ പറയും അടിയിട്ടാത്തിന്റെ കുറവാ ചേച്ചിക്ക്. മോനൊന്നും പറയണ്ട. അമ്മ അപ്പൂപ്പനൊന്ന് കാണട്ടെ. യദുമോൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? പറഞ്ഞു. ആവശ്യമില്ലാത്ത ഒരു വാക്ക് സാരംഗിന്റെ നാവിൻ തുമ്പിൽ നിന്ന് വന്നു. എന്റെ സകല നിയന്ത്രണങ്ങളും തെറ്റിച്ച ഒരു വാക്ക്. ഇത്ര വലിയ ജീവിതമൊന്നും മകൾക്ക് അച്ഛൻ സ്വപ്നം കണ്ടിരുന്നില്ല. അച്ഛൻ നിനക്ക് മനസ്സിൽ കരുതി വച്ചിരുന്ന ലോകം വളരെ ചെറുതാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇതിനേക്കാൾ സന്തോഷമുണ്ടായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു. സ്വന്തം മക്കളുടെ പേര് ഒരുപാട് ഉയരത്തിൽ കേൾക്കണമെന്ന് അച്ഛനമ്മമാർ ആഗ്രഹിക്കും. പക്ഷേ അവൻ വിളിച്ച ഒരു വാക്കിനോട് സ്വന്തം മകളുടെ പേര് ചേർത്താൽ ഒരച്ഛനും അത് സഹിക്കില്ല. മോള് അച്ഛനോട് പൊറുക്കണം. ഞാൻ അച്ഛൻ എന്തെങ്കിലും പറയുന്നു പേടിച്ചോ? കുറച്ച്. സമാധാനം ഉണ്ടാക്കാൻ വന്ന അച്ഛൻ അത് പൂർണ്ണമായും നശിപ്പിച്ചില്ലേ എന്ന് നീ ചോദിച്ചാൽ? ചോദിക്കില്ല അച്ഛാ. അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങോട്ട് ദ്രോഹിച്ചവരോടും അങ്ങോട്ട് പൊറുക്കുന്നതാ ഞാൻ കണ്ടിട്ടുള്ളത്. പലപ്പോഴും അച്ഛൻ സാരംഗിന്റെ മുന്നിൽ നിൽക്കുമ്പോ അച്ഛൻ എന്തിനാ ഇത്രയും ബഹുമാനവും വിനയമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അച്ഛൻ ഇത് സാരംഗിനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ മനസ്സെത്ര പൊടിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഞാൻ അച്ഛനോട് എന്താ പറയേണ്ടത്? ഈ രീതിയിൽ ചിന്തിക്കാനോ പ്രതികരിക്കാനോ പാടില്ലെന്നോ? മോളെ, ജഗന്നാഥനോടും അംബികയോടും സാരംഗി ഇന്നലെ വഴക്കുണ്ടാക്കി. എന്താണ് അവര് കൂടെ നിൽക്കാത്തത് എന്നായിരുന്നു ചോദ്യം. പക്ഷെ ആ അച്ഛനും അമ്മയും അവനെ തള്ളിപ്പറഞ്ഞ് നിന്റെ കൂടെ നിന്നു. അത് നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇടയ്ക്കിടയ്ക്കെങ്കിലും അച്ഛന്റെ വിശേഷം അന്വേഷിക്കാൻ മറന്നാലും ജഗന്നാഥനെയും അംബികയും വിളിക്കാൻ മറക്കരുത്. അത് നിന്റെ കടമയാണ്. അറിയാം അച്ഛാ. ഇനി ജീവിതത്തിന്റെ ക്രമങ്ങളൊക്കെ മാറ്റി വരയ്ക്കാനുണ്ട്. ഇതുവരെ സ്വന്തം ഡിസിഷനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങളെല്ലാരും കൂടെ കളിച്ചു ചിരിച്ച് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും, പിറ്റേ ദിവസം നടപ്പാക്കും. അങ്ങനെയായിരുന്നില്ലേ? ഇനി അത് പോരാ. തനിച്ച ഒരു കരുതൽ വേണം. വേണ്ടേ? വേണം. നമ്മള് വിലയറിയാതെ വലിച്ചെറിയുന്ന പലതും പിന്നീട് വിലയറിയുമ്പോ വില കൊടുത്താലും വാങ്ങാനാവാതെയാവും. അത് അവൻ ഒരിക്കൽ തിരിച്ചറിയും. അച്ഛന് നീ ഇപ്പോഴും അച്ഛന്റെ കൊച്ചുമോളാ. പക്ഷേ ഡോക്ടർ മൈഥിലി കരുത്തുള്ളവളല്ലേ? അല്ലേ? പിന്നല്ലാതെ. ഇല്ലെങ്കിൽ ആ കരുത്ത് ഞാൻ ഉണ്ടാക്കില്ലേ? ഗംഗാധരന്റെ മോളല്ലേ ഞാൻ. ആ